നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 313 313. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 31 അധ്യായത്തിൽ 17 ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ദേഹ്യന്യദേഹ വിവരേ ജഡരാഗ്നിനാസ്യ വിന്മൂത്രകൂപപതിതോ ഭൃശതപ്തദേഹ ഇച്ഛന്നിതോ വിവസിതും ഗണയൻ സ്വമാസാൻ നിർവാസ്യതേ കൃപണധീർ ഭഗവൻ കഥാന്നു. ഇതാണ് ശ്ലോകം. അപ്പോൾ ഇതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, അന്യശരീരത്തിലുള്ള ഒരു ദ്വാരത്തിൽ, ശ്രദ്ധിക്കണം, അന്യശരീരത്തിലുള്ള ഒരു ദ്വാരത്തിൽ രക്തം, മലം, മൂത്രം എന്നിവയുള്ള കുഴൽ പതിച്ചും ജഠരത്തിലുള്ള അഗ്നിയാൽ ഏറ്റവും തപിച്ച ദേഹത്തോടു കൂടിയവനുമായ ജീവൻ ഇതിൽ നിന്ന് പുറത്തു പോവാനായിക്കൊണ്ട് ആഗ്രഹിക്കുന്നവനും, അതായത് ഭൂമിയിൽ പറക്കാൻ ഉള്ള ത്വരിത, കാരണം മലമൂത്രത്തിലുള്ള കടപ്പ്, ജഠരാഗ്നിയുടെ ചൂട്, കൃമികളുടെ കടി എല്ലാം കൂടി ആകുമ്പോൾ തൻ്റെ മാസങ്ങളെ കണക്കാക്കുന്നവനും ദുഃഖിച്ചിരിക്കുന്ന ബുദ്ധിവൃത്തിയോടുകൂടിയവനും ആയിരുന്നു. ദുഃഖമാണ്, കാരണം എന്താ, പുറത്ത് കിടക്കാൻ സാധിക്കണില്ല, മാച്യൂരിറ്റി ആവാണ്ട് പുറത്ത് വരില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ ഹേ ഭഗവൻ, എപ്പോൾ പുറത്തേക്ക് അയക്കപ്പെടും? എന്നെ അങ്ങ് എപ്പോൾ പുറത്തേക്ക് അയക്കപ്പെടും? ഒരു ചോദ്യമാണ്, ഒന്നൊന്നര ചോദ്യമാണ്. ഈ ചോദ്യത്തിനൊക്കെ മറുപടി ഭാഗവതം തരുന്നുണ്ട്. എന്താ? ധർമാർത്ഥ കാമ മോക്ഷ പ്രാപ്തി. മോക്ഷപ്രാപ്തി ഉണ്ടായാൽ പിന്നെ ഈ ഗർഭാവസ്ഥയിൽ താമസിക്കേണ്ട ആവശ്യം വരില്ല. ഇനി അതിൻ്റെ ഭാവാർത്ഥം എന്താ? ഈ ഭാഗവതം കേട്ടു എന്താ നിങ്ങൾ കേട്ടിട്ടുള്ളത്? എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ സിൻസിയറായിട്ട് നിങ്ങളോട് ചോദിക്കുന്നു, നീലക്കല്ല് വേണോ പച്ചക്കല്ല് വേണോ? ഇതാണോ ഭാഗവതം? അപ്പോൾ പറയണു, ഇപ്പോഴുള്ള ദുഃഖത്തെയും ആഗ്രഹത്തെയും പ്രകാശിപ്പിച്ചും കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. മാതാവിൻ്റെ ശരീരാന്തർഭാഗത്തിൽ രക്തം, മലം, മൂത്രം എന്നിവ നിറഞ്ഞിരിക്കുന്ന ഈ ഗുഹയിൽ വസിക്കുന്നതിനാൽ അശുചി കൊണ്ടും ജഠരാഗ്നി സ്പർശത്താൽ ദേഹത്തിലുള്ള താപം കൊണ്ടും അതിദുഃഖത്തെ അനുഭവിക്കുന്ന ജീവൻ ഇതിൽ നിന്ന് പുറത്തു പോവാൻ ആഗ്രഹിച്ചും തൻ്റെ മാസങ്ങളെ കണക്കാക്കിയും കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ജീവൻ ജന്തുവിനെ ദിവസം കണക്കാക്കാനൊക്കെ അറിയും. ഹേ ഭഗവൻ, എന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് വിട്ടയക്കുവാനുള്ള കാരുണ്യം എപ്പോഴാണ് നിന്തിരുവടിക്കുണ്ടാകുന്നത്? ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ ജീവനും പുറത്തേക്ക് വരുന്നത്. പക്ഷെ പുറത്ത് വന്നാലോ പാർട്ടിയായി, പ്രസ്ഥാനങ്ങളായി, നിരീശ്വരവാദികളായി. ആർക്കാ നഷ്ടം? പറയൂ. 18 ശ്ലോകം. യേനേ ദൃശീം ഗതിമസോ ദശമാസ്യ ഈശാം സംഗ്രാഹിത പുരുദയേന ഭവാദൃശേന സേനൈവ തുഷ്യതു കൃതേന സദീനനാഥ കോ നാമതൽ പ്രതിവിനാഞ്ജലിമസ്യ ഗുര്യാൽ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം, ഈശ്വര, ഹേ ഈശ്വര, 10 മാസം പ്രായമുള്ള ഇവൻ അധികരിച്ച ദയോടുകൂടിയ യാതൊരു നിന്തുരുവടിയാൽ ഈ മാതിരി അവസ്ഥയെ നന്നായി ഗ്രഹിക്കപ്പെട്ടുവോ? അപ്പോൾ അറിവില്ല എന്ന് പറയരുത്, നന്നായിട്ട് ഗ്രഹിച്ചിട്ടുണ്ട് ഉള്ളിൽ. ആ ദീനരക്ഷകൻ, ആര്? ഭഗവാൻ. ദീനരക്ഷകൻ
സ്വവ്യാപാരത്താൽ തന്നെ സന്തോഷിക്കണം. നമസ്കാരത്തെ ഒഴിച്ച് പ്രത്യുപകാരം ഇവന് ഏതൊരുവൻ ചെയ്യും? ഭഗവാനെ നമസ്കരിക്കാം എന്നല്ലാണ്ട് ഈശ്വരന് നമുക്ക് എന്തുപകാരം ചെയ്യാൻ സാധിക്കുക? ആലോചിച്ച് നോക്കൂ. അനിയാലോ ഭാവാർത്ഥം, അല്ലയോ ഈശ്വര, പരമകരുണാനിധിയായ യാതൊരു നിന്തിരുവടി 10 മാസം പ്രായം ചെന്നിരിക്കുന്ന ഈ എനിക്ക് ഇപ്രകാരമുള്ള ജ്ഞാനത്തെ നൽകിയിരിക്കുന്നുവോ? തനിക്ക് തന്നിട്ടുള്ള ജ്ഞാനമാണ് ഏറ്റവും വലുത്. ജ്ഞാനം കിട്ടില്ല എന്ന് പറയരുത്, പരമശയോ. അപ്പോൾ യാതൊരു നിന്തിരുപടി 10 മാസം പ്രായം ചെന്നിരിക്കുന്ന ഈ എനിക്ക് ഇപ്രകാരമുള്ള ജ്ഞാനത്തെ നൽകിയിരിക്കുന്നുവോ? ദുഃഖിതന്മാരെ സംരക്ഷിക്കുന്ന ആ നിന്തിരുവടി അങ്ങയുടെ ഇപ്രകാരമുള്ള പ്രവൃത്തിയാൽ സ്വയമേവ സന്തോഷിക്കണം. അല്ലാതെ അങ്ങയ്ക്ക് ഈ പ്രവൃത്തിക്ക് ഉചിതമായ പ്രത്യുപകാരം ചെയ്യുവാൻ ഏതൊരുവന് കഴിയും? ഇല്ല. നിന്തിരുവടിയെ നമസ്കരിക്കുക എന്ന് മാത്രം അതിട്ട് ചെയ്യൂല. 2 കൈയും നീട്ടി വെച്ച് 2 കാലും പിന്നോട്ട് വെച്ച് നമസ്കരിക്കാൻ എത്ര ആൾക്കറിയാം? കാരണം പരിശീലിച്ചില്ല. നമ്മളെ ഇൻഡ്യൂസ് ചെയ്യാൻ ആരും ഉണ്ടായില്ല. പാപികളായിപ്പോയി. അങ്ങനത്തെ പേര് ഞാൻ അത്രേ പറയുള്ളൂ. അപ്പോൾ ചെയ്യുവാൻ നിന്തിരുവടി നമസ്കരിക്കുക എന്ന് മാത്രമല്ലാതെ മറ്റൊന്നും ചെയ്യുവാൻ ജീവാത്മാക്കൾക്ക് ശക്തിയില്ല. 19ാമത്തെ ശ്ലോകം. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ 4 വരി ശ്ലോകമാണ്. പശ്യത്യയം ദിഷണയാനനു സപ്തവധ്രി ശാരീരകേ ദമശരീര്യപരസ്വദേഹേ യൽ സൃഷ്ടയാ സതം അഹം പുരുഷം പുരാണം പശ്യേ ബഹിർഹൃദി ചൈത്യമിവ പ്രതീതം. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം നോക്കുക. അന്യനായ സപ്തധാതുക്കളാൽ ബന്ധിക്കപ്പെട്ട ഈ ജീവൻ സ്വശരീരത്തിൽ ബുദ്ധിയുണ്ട് ശരീരസംബന്ധികളെ കാണുന്നു. ഞാനോ യാതൊരുവനാൽ നൽകപ്പെട്ട ബുദ്ധിയാൽ ദമാദികളോടുകൂടിയവനായിട്ട് ഭവിച്ചു. പുറത്തും ഹൃദയത്തിലും അഹങ്കാരാസ്പദമായ ഈ ദേഹത്തെ എന്ന പോലെ പ്രത്യക്ഷമായിരിക്കുന്ന പണ്ടേ തന്നെയുള്ള പുരുഷനെ കാണുന്നു. അതായത് ഈശ്വരനെ എവർ എക്സിസ്റ്റിംഗ്, അനാദികാലം മുതൽക്കുള്ളതെന്ന് അർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. മനുഷ്യദേഹസ്ഥിതമായിരിക്കുന്ന ചൈതന്യത്തിന് മനുഷ്യദേഹസ്ഥിതം, ഇത് വായിച്ചാലല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ സംസ്കൃതം മൂലം അർത്ഥം അറിയാണ്ട് വായിച്ചിട്ട് എന്താ കാര്യം? നാരായണീയം വായിച്ചിട്ട് എന്താ കാര്യം? ഇപ്പോൾ ഈ നാരായണീയ പ്രവീണകളാണെന്നൊക്കെ അവാർഡുകൾ വാങ്ങിയ ആൾക്കാരുണ്ട്. മനുഷ്യദേഹസ്ഥിതമായിരിക്കുന്ന ചൈതന്യം എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്നാൽ പിന്നെ അവർ ഇതിൻ്റെ പിന്നാലെ പോവില്ലല്ലോ, അവാർഡിൻ്റെ പിന്നാലെ പോവില്ലല്ലോ. ഞാനെന്താ അവാർഡിൻ്റെ പിന്നാലെ പോകാത്തത്? എനിക്ക് അവാർഡ് തരുന്നത് ഈശ്വരനാണ്, എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ എല്ലാ കാര്യവും അദ്ദേഹം നോക്കണം. പിന്നെന്താ വേണ്ടത്? അതുകൊണ്ടാണ് പറഞ്ഞത്, മറ്റു ശരീരങ്ങളിലും ഇരിക്കുന്ന ചൈതന്യത്തെ അപേക്ഷിച്ചുള്ള വിശേഷ ജ്ഞാനത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാനെ വണങ്ങുന്നു. മാംസാദികളായ സപ്തധാതുക്കളുടെ സമുദായമായിരിക്കുന്ന പശു ആദി ശരീരങ്ങളിൽ അധിവസിക്കുന്ന ജീവാത്മാവ് ശരീരസംഭവങ്ങളായിരിക്കുന്ന സുഖദുഃഖങ്ങളെ മാത്രം ബുദ്ധിവൃത്തി കൊണ്ടറിയുന്നു. ഈ ഞാനാകട്ടെ അപ്രകാരമുള്ളവനല്ല. ഈ ശരീരത്തിൽ മനുഷ്യദേഹത്തിൽ വസിക്കുന്നതിന് അധികാരം മനുഷ്യദേഹത്തിൽ വസിക്കുന്നതിന് അധികാരം സിദ്ധിച്ചതുകൊണ്ട് ശമദമാദി ഗുണയുക്തനായിരിക്കുന്നു. നിന്തിരുവടി കാരുണ്യത്താൽ നൽകിയിരിക്കുന്ന എൻ്റെ ബുദ്ധിവൃത്തി കൊണ്ട് അഹങ്കാരാസ്പദമായിരിക്കുന്ന ഈ സ്ഥൂല ശരീരത്തെ പോലെ തന്നെ എങ്ങും നിറഞ്ഞും
എപ്പോഴും നശിക്കാതെയും ഇരിക്കുന്ന പരമാത്മാവായ നിന്തിരുവടിയെയും പ്രത്യക്ഷമായിട്ട് കാണുന്നു. എവിടെ വെച്ചിട്ട്? ഉള്ളിൽ. പുറത്തു വന്നാൽ കാണില്ല. ഇപ്രകാരമുള്ള തിരിച്ചറിവ് മനുഷ്യ ശരീരത്തിൽ വസിക്കുന്ന ജീവന് മാത്രമേ സിദ്ധിക്കുന്നുള്ളൂ. അതാണ് മനുഷ്യന് മാത്രമേ 84 ലക്ഷം തരം ജീവജാലങ്ങളിൽ വെച്ച് മനുഷ്യനാണ് അതിന് ഭാഗ്യം ചെയ്തിട്ടുള്ളത്. 20ാമത്തെ ശ്ലോകം. സ അഹം വസന്നപി വിഭോ ബഹുദുഃഖവാസം ഗർഭാൻ ന നിർജിഗമിഷേ ബഹിരന്തകൂപേ യത്രോപയാതമുപസർപ്പതി ദേവമായ മിഥ്യാം അതിര്യതനു സംസൃതി ചക്രമേതൽ. ഇതാണ് 20ാമത്തെ ശ്ലോകം. എന്താ എന്ന വാക്കാർത്ഥം പറഞ്ഞത്? സർവസമർത്ഥ. ഭഗവാൻ ആരാ? സർവസമർത്ഥ. ഇന്നതെന്നില്ല, സംശയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സർവസമർത്ഥ, ബഹുദുഃഖങ്ങളോടുകൂടെ വസിക്കത്തക്ക വിധം വസിക്കുന്നവനായ ആ ഞാൻ ഗർഭത്തിൽ നിന്ന് വിവേകശൂന്യമായ പുറമേ, അതായത് വിവേകമില്ലല്ലോ, അകത്തുള്ള നോക്കൂ, പിന്നെ ഗർഭത്തിൽ നിന്ന് അവിടെ എന്തുണ്ട്? അവിവേകമുണ്ട്. പുറത്ത് വന്നാലോ മായയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് യാതൊന്നിൽ പുറമേ പോവാൻ ആഗ്രഹിക്കുന്നില്ല. പുറമേ പോവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താ? ഇതിനേക്കാളും കഷ്ടമാണ് മായ. അപ്പോൾ യാതൊന്നിൽ പ്രാപിച്ചവനെ നിന്തിരുവടിയുടെ മായയും മിഥ്യാഭൂതമായ ശരീരാദികളിൽ അഭിമാനവും അതിനെ അനുസരിച്ച് ഈ സംസാരചക്രവും ബാധിക്കുന്നു. ഇതാണ് അൾട്ടിമേറ്റ് പോയിൻ്റ്. ഇതൊക്കെ ഞാൻ പ്രഭാഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, പക്ഷെ ആരും അത്ര ശ്രദ്ധിക്കണില്ല. കാരണം ഇത് ശ്രദ്ധിച്ചാൽ പിന്നെ കഴിഞ്ഞില്ലേ കാര്യങ്ങളെ. അപ്പം 577 പിന്നെ എന്താണെന്നാ പറയുക, ഗർഭസ്ഥാവസ്ഥയാണ് ഭേദം എന്ന് പറയുന്നതാണ്. മായ പുറത്ത് എന്ന് എഴുതി വെച്ചാൽ നമുക്ക് പിന്നെ ആവശ്യമുള്ളപ്പോൾ മനസ്സിലാവും. ഇനി അതിൻ്റെ വാക്കാർത്ഥം ഭാവാർത്ഥം പറയുന്നുണ്ട്. ഗർഭവാസക്ലേശം നിമിത്തം പുറത്തേക്ക് അയക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുവെങ്കിലും പുറമേ പോയാൽ ഇപ്പോഴുള്ള ജ്ഞാനം നശിക്കും. ഗർഭസ്ഥാവസ്ഥയിലുള്ള ജ്ഞാനം അല്ലെങ്കിൽ ഗുണം പുറമേ പിന്നെ ഉണ്ടാവില്ല. അതിനെയും അതിനാലുണ്ടാകുന്ന സംസാര ഭ്രമണത്തെയും ആലോചിച്ച് ഭയപ്പെട്ട ജീവൻ വീണ്ടും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഭക്തന്മാരുടെ സർവാഭീഷ്ടത്തെയും സാധിപ്പിക്കുവാൻ സമർത്ഥനായ ഭഗവാൻ ഈ ഗർഭത്തിൽ വസിക്കുന്നത് മഹാദുഃഖമായിരിക്കുന്നുവെങ്കിലും ഇപ്പോഴുള്ള വിവേകം നശിക്കുന്നതിനാൽ അന്ധകൂപതുല്യമായിരിക്കുന്ന ബഹിർലോകത്തിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ വ്യക്തികളും ഇങ്ങനെയാണ് പറഞ്ഞത്. ഓരോ വ്യക്തികളും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. എന്തുകൊണ്ടെന്നാൽ അവിടെ പ്രവേശിച്ചിരിക്കുന്ന എന്നെ നിന്തിരുവടിയുടെ മായാദേവി മോഹിപ്പിക്കും. അപ്പോൾ ക്ഷണഭംഗുരങ്ങളായിരിക്കുന്ന ശരീരാദികളിൽ ഞാനെന്നും എൻ്റേതുമെന്നുമുള്ള അഭിമാനം ജനിക്കും. അതുനിമിത്തം പുണ്യപാപാത്മകമായ കർമ്മത്തിനിടവരും. അപ്പോൾ പുണ്യപാപാത്മകമായ കർമ്മത്തിന് ഇടവരുന്നത് എന്തുകൊണ്ടാണ്? അജ്ഞാനം കൊണ്ട്. പിന്നെയും ഇതുപോലെ ഗർഭവാസവും ജനനവും മരണവും അനുഭവിക്കേണ്ടതായും വരുന്നു. 21ാമത്തെ ശ്ലോകം ഇതാണ്. അതിൽ അവസാനത്തെ 4 വരി ശ്ലോകം കേട്ടോ. അത് കഴിഞ്ഞൊക്കെ 2 വരിക. തസ്മാദഹം വിഗത വിക്ലവ ഉദ്ധരിഷ്യ ആത്മാനമാശു തമസസുഹൃത ആത്മനൈവ ഭൂയോ യഥാവ്യസനമേതദനേകരന്ധ്രം മാമേ ഭവിഷ്യതുപാസിത വിഷ്ണുപാദ. ഇതാണ് ശ്ലോകം. അത് വാക്കാർത്ഥം നോക്കിക്കോളൂ. അത് ഹേതുവായിട്ട് ഇനിയും അനേകം യോനികളുടെ പ്രവേശത്തോടു കൂടിയ ഈ ദുഃഖം എനിക്കും
ഉണ്ടാകാതിരിക്കത്തക്ക വിധം, എനിക്കും ഉണ്ടാകാതിരിക്കത്തക്ക വിധം ബന്ധുവായിരിക്കുന്ന ബുദ്ധിയാൽ തന്നെ സമീപം പ്രാപിക്കപ്പെട്ട വിഷ്ണുപാദങ്ങളോടുകൂടിയവനായിട്ട് ആത്മാവിനെ അന്ധകാരത്തിൽ നിന്ന് ദുഃഖരഹിതനായിട്ട് വേഗത്തിൽ ഉദ്ധരിക്കുന്നേൻ. ഞാൻ വേണ്ടത് ചെയ്ത് നിവർത്തിച്ചോളാം എന്ന് ഭഗവാനോട് ഒരു ഗ്യാരണ്ടി പറഞ്ഞിട്ടാണ് വരണത്. അതിൻ്റെ ഭാവാർത്ഥം കേൾക്കുക. ഈ സ്ഥാനത്തിൽ നിന്ന് പുറമേ പോകുന്നതിനാൽ വീണ്ടും അനേക യോനികളിൽ പ്രവേശിപ്പാനും ജനിപ്പാനും മരിപ്പാനും ഇടവരാവുന്നതിനാൽ ആ ദുഃഖം രണ്ടാമതെനിക്ക് ഉണ്ടാകാതിരിപ്പാൻ തക്ക വിധം ഇവിടെ തന്നെ ഇരുന്ന് ചിത്തത്തെ ചലിപ്പിക്കാതെ ഇപ്പോൾ സ്വാധീനമായിരിക്കുന്ന ഈ ബുദ്ധിയെ ഭഗവാന്റെ പാദപത്മത്തിൽ സമർപ്പിച്ച് ദൃഢധാന്യ വൈഭവത്താൽ സാക്ഷാത്കരിച്ച് അജ്ഞാനരൂപമായ അന്ധകാരത്തിൽ നിന്ന് ആത്മാവിനെ ഉദ്ധരിച്ചു കൊള്ളാം എന്ന് പറയണു. അപ്പം ഭഗവാൻ പറയണു, ഞാൻ സ്വതന്ത്രനല്ല. നീ ചെയ്തിട്ടുള്ള പുണ്യപാപങ്ങളുടെ റിസൾട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നീ ജനിക്കാൻ പോണത്. അത് അന്യതാകരിക്കാൻ എനിക്ക് പറ്റില്ല. ഇതാണ് ഭാഗവതം. ഈ തൃതീയ സ്കന്ധം ശരിക്കും കപിലോപദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. അപ്പം അവൻ വെളുത്ത ഭാര്യ വേണം, പാക്കേജുള്ള ഭാര്യ വേണമെന്നൊന്നും പറയില്ല. എന്താ ഇപ്പോൾ വെളുത്ത ഭാര്യയിലും ചോരയ്ക്ക് രക്തം അല്ല ചോരയുടെ കളർ ചുവപ്പല്ലേ? എന്ത് വിഡ്ഢിത്തര നമ്മൾ പറയണത്. അപ്പോൾ ഇത്രയും നീണ്ട സംവാദം അപ്പോൾ ജന്തു എത്ര ജന്തുരുവാച എത്ര ശ്ലോകങ്ങളെ കൊണ്ടാണ് ഭഗവാനെ ഭജിച്ചത്? 12 മുതൽക്ക് 12, 13, 14, 15, 16, 17, 18, 19, 20, 21 10 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഭഗവാനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയത്. അപ്പോൾ കപില ഉവാച, ഭഗവാൻ അതിനുള്ള മറുപടി പറയണു. എന്താണ്? 22ാമത്തെ ശ്ലോകം. ഏവം കൃതം അതിഗർഭേ ദശമാസ്യസ്തുവൻ ഋഷി സദ്യക്ഷിപത്യവാജീനം പ്രസൂത്യൈ സൂതിമാരുതാം. അപ്പോൾ പറഞ്ഞു അതിന് വാക്കാർത്ഥം, ഇപ്രകാരം ഗർഭത്തിൽ വെച്ച് നിശ്ചയിച്ച ബുദ്ധിയോടുകൂടിയവനും ഗർഭത്തിൽ വെച്ചിട്ട് തന്നെ 10 മാസം തികഞ്ഞവനും സ്തുതിക്കുന്നവനും ജ്ഞാനമുള്ളവനുമായിട്ട് ഭവിക്കുന്നു. ഉടനെ പ്രസവഹേതുവായ വായു അതാണ് അപാനവായുവിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് പ്രസവം നടക്കുന്നത്. അതെ, പ്രസവിക്കുവാനായിക്കൊണ്ട് തല കീഴ്പോട്ടാക്കത്തക്ക വിധം. എൻ്റെ ദൈവമേ, നമസ്കരിക്കേ പറ്റുള്ളൂ. നമസ്കാരം തള്ളിവിടുകയാണ്. പോ. കപിലഭഗവാൻ പറയുന്നു, ഗർഭത്തിൽ ഇപ്രകാരം നിശ്ചയിച്ചും ത്രൈകാലികമായ ജ്ഞാനത്തെ വഹിച്ചുകൊണ്ടും ഒരു ഋഷിയായിരിക്കുന്ന ഈ ശിശുവിന്, ആരായിട്ട്? ഋഷിയായിരിക്കുന്ന ഈ ശിശുവിന് 10 മാസം ഗർഭത്തിൽ കഴിഞ്ഞ ഉടനെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി വിടുവാനായൊരുങ്ങിയിരിക്കുന്ന സൂതികാവാദം, പ്രസവ സമയത്തുണ്ടാകുന്ന അപാനവായുവിൻ്റെ ചലന വിശേഷം, ഇതൊക്കെ ഞാൻ ഒരു വെടിക്ക് ഉള്ള മരുന്ന് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് ആദ്യം മുതൽക്ക്. അതാണ് എനിക്ക് തെറ്റുപറ്റരുതേ ഭഗവാനെ എന്ന് പറഞ്ഞാൽ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാൻ ശ്രദ്ധിക്കണു, നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അപാനവായുവിൻ്റെ ചലനവിശേഷം ഈ ശിശുവിൻ്റെ ശിരസ് കീഴ്ഭാഗത്തേക്കാക്കി വരത്തക്ക വിധം മറിച്ചിടുന്നു എന്നാണ് പറഞ്ഞത്. തള്ളുകയാണ്. 23ാമത്തെ ശ്ലോകം. തേനാവസൃഷ്ട സഹസാ കൃത്വാ വാക്ഷിര ആധുര
വിനിഷ്ക്രാമതി കൃശ്രേണ നിരുച്ഛ്വാസോഹതസ്മൃതി. ഈ മറച്ചിടണേലാണ് ബുദ്ധി മറയണത് എന്ന് പറയാം. ശ്രദ്ധിച്ചോളൂ. ആ വായുവിനാൽ തലകീഴ്ഭാഗത്താക്കിയിട്ട് പെട്ടെന്ന് തള്ളപ്പെട്ടും ഉന്തിടണേ ദുഃഖത്തോടുകൂടിയവനും മോഹത്തെ പ്രാപിച്ചവനും, രക്ഷപ്പെടണം എന്നുള്ള മോഹം, സ്മരണ നശിച്ചവനുമായിട്ട്, സ്മരണ നശിച്ചു, ഈശ്വരനെ കണ്ടതൊക്കെ മറന്നു. അപ്പോൾ പരീക്ഷത്ത് പെട്ടെന്ന് മറന്നിട്ടില്ല. കാരണം വാതിൽ പുറപ്പാട് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. ഈ പണ്ടുള്ളവർ ഈ പിന്നെ ഈ പ്രസവിച്ച് കിടക്കണ സൂതികാലയം എന്ന് പറയുമല്ലോ, അവിടുന്ന് കുട്ടീനെ ഇതംപ്രഥമമായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസത്തിനാണ് വാതിൽ പുറപ്പാട്. അപ്പോൾ ഒരു പാളയിൽ ഈ പരീക്ഷത്തിനെ പൊതിഞ്ഞ് സഭയിൽ എല്ലാവരെയും കാണിക്കാൻ വേണ്ടി. അപ്പോൾ അന്ന് കൃഷ്ണനുണ്ട് അവിടെ. കൃഷ്ണനെ നോക്കിയപ്പോൾ ഒന്ന് ചിരിച്ചു എന്നാണ് പറഞ്ഞത്. അതുവരെ കാരണം എന്താ, സൂതികാലയത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് ഭഗവാനെ. ഇതാണ്, അതെല്ലാവർക്കും ഇല്ല. മനസ്സിലായോ? അപ്പോൾ പിന്നെ അതെ, സ്മരണ നശിച്ചവനുമായിട്ട് കഷ്ടപ്പാടോടുകൂടെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ അമ്മ അനുഭവിച്ചിട്ടുള്ള വിഷമം മക്കൾക്ക് ഭാഗവതം വായിച്ചാൽ മനസ്സിലാവും. പക്ഷേ അങ്ങനത്തെവർക്ക് അമ്മയെ മാതൃദേവോ ഭവ എന്ന സല്യൂട്ടേഷനിൽ ആദരിക്കാൻ തോന്നും. ഈ കഞ്ചാവിനും കള്ളിനും ഇല്ലേ അടിമപ്പെട്ടവന് ഭാഗവതം പഠിക്കാത്തവനെന്ന് പറയാം. എന്ത് മാതൃദേവോ ഭവ? ഇവിടെയാണ് പ്രശ്നം. ഇനി അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം. ആ സൂതികാവാദം ഈ ശിശുവിനെ സ്വസ്ഥാനത്തിൽ നിന്ന് പെട്ടെന്ന് ചലിപ്പിക്കുന്നു. അപ്പോൾ ശിരസ് കീഴ്പോട്ടായി മറിയുന്നു, അവശനായിത്തീരുന്നു. ഉടനെ ശ്വാസം നിന്നു പോവുകയും മോഹാലസ്യത്തെ പ്രാപിക്കുകയും ചെയ്യുന്നതിനാൽ ഗർഭത്തിലിരിക്കുന്ന സമയത്തിലുണ്ടായിരുന്ന വിചാരം മുഴുവനും നശിച്ചു. ഓ മൈ ഗോഡ്. പിന്നെ പുറത്ത് വന്നിട്ട് ആദ്യം കരയണം. ആ കരച്ചിലില്ലെങ്കിലാണ് ഡോക്ടർമാർ പരിഭ്രമിക്കുക. തല കീഴായിട്ട് തൂക്കുക, പിടിക്കുക, പടയ്ക്കുക, കുലുക്കുക ഒക്കെ ചെയ്യും. അതികഷ്ടത്തോടുകൂടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു ചേരുന്നു. ഹാ, ജന്മദുഃഖം മഹാദുഃഖമല്ലയോ. വേറെ ചിലവർ ഭാര്യയ്ക്ക് ഉമ്മയും കൊടുത്തിട്ട്, ഞാൻ ഒരു സ്ഥലത്ത് പേര് പറയണില്ല, വേണ്ടപ്പെട്ടവരാ, കുടുംബമല്ല, കുടുംബത്തെ പോലെയുള്ളവർ പ്രസവിച്ചു. അപ്പോൾ ആദ്യം ഭർത്താവിനോട് പോയി കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഇവളും ഉണ്ടായിട്ടിരുന്നു. അതായത് ചേട്ടാ സുഖല്ലേ. പിന്നെ ഞാൻ അവരുടെ ഒരു എന്താണ് പറയുക, കെയർ ടേക്കർ എന്നുള്ള നിലയ്ക്ക് ഞാനും പോയി. അപ്പോൾ ഈ പ്രസവിച്ച് കിടക്കുന്ന കുട്ടി പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ആൺകുട്ടീനെ തരാമെന്നതാ. ഞാൻ സത്യം പറഞ്ഞാൽ സ്റ്റണ്ടായിപ്പോയി. ഇത്രയൊക്കെ കഴിവ് നമ്മുടെ കുട്ടികൾക്കുണ്ടോ? ഇല്ല. അറിഞ്ഞതിന് ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തള്ളടേന് ഒരു കണക്ക് വേണം, അതാ പറയാൻ കാരണം. അപ്പോൾ ഈ ജന്മ ദുഃഖത്തെ സന്തോഷമാക്കണത് കെയറിങ് ആറ്റിറ്റ്യൂഡാണ്. എന്നെ കെയർ ചെയ്യാൻ ഒരാൾ ഇതാകുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതങ്ങനെ തന്നെ ആവണമെന്നുണ്ടെങ്കിൽ കുറേ കഷ്ടമുണ്ടേ, ബുദ്ധിമുട്ടാണ്. 24 പതിതോ ഭുവ്യശൃംമൂത്രേ വിഷ്ടാഭൂരിവ ചേഷ്ടതേ രോരൂയതി ഗതേ ജ്ഞാനേ വിപരീതാം ഗതിം ഗതാ. രക്തവും മൂത്രവും കിടക്കുന്ന നിലത്തിൽ പതിച്ചവനായിട്ട്, അതാ വീഴാണല്ലോ, കൃമി എന്ന പോലെ ചേഷ്ടിക്കുന്നു, പൊളയ്ക്കും. അറിവ് പോയപ്പോൾ
വിപരീതാവസ്ഥയെ പ്രാപിച്ചവനായിട്ട്, അറിവ് പോയി തള്ളിയിടുന്നതിൽ അപ്പോൾ പ്രാപിച്ചവനായിട്ട് അധികം ഉച്ചത്തിൽ കരയുന്നു. അതായത് ഭൂമിയിൽ വന്നപ്പോൾ ഭൂതപ്രേതങ്ങളെയാണ് കാണുക അല്ലേ? അപ്പോൾ കരയാൻ തുടങ്ങി. സ്തുതിയൊക്കെ പോയി. ഇനി അതിൻ്റെ ഭാവാർത്ഥം: മാതാവിൻ്റെ അന്തർഭാഗത്തിൽ നിന്ന് വീണിരിക്കുന്ന രക്തവും മൂത്രവും നിറഞ്ഞു നിൽക്കുന്ന ഭൂതലത്തിൽ വീഴുകയും കൃമിയെന്ന പോലെ കൈകാലുകളെ ചലിപ്പിക്കുകയും ചെയ്യുന്നു. ഗർഭവാസാവസരത്തിലുണ്ടായിരുന്ന ആത്മജ്ഞാനം നശിക്കുകയും, എനിക്ക് അത് ഐ എം ഗെറ്റിംഗ് ഷിവറിങ്. എന്താ, ഭഗവാൻ ഇത്രയും കാരുണികനായി നമ്മളെ ഇതൊക്കെ ധരിപ്പിച്ചിട്ടും നമ്മളത് ധരിക്കാതെ കണ്ട് അത്ര കാലം നടന്നു. ആലോചിച്ച് നോക്കൂ. ആത്മജ്ഞാനം നശിക്കുക ചെയ്തിട്ടുള്ളത്. അന്ധകാരതുല്യമായ അജ്ഞാന നിലയെ പ്രാപിക്കുകയും ചെയ്തിട്ട് ഉച്ചത്തിൽ കരയുന്നു എന്നാണ്. നമ്മളപ്പം എന്ത് ചെയ്യണു? മധുരം കൊടുക്കണു. കുട്ടി പരവശപ്പെട്ട് കരയുമ്പോൾ നമ്മളെന്താ ചെയ്യണത്? മറ്റുള്ളവർക്ക് മധുരം വിളമ്പുക ചെയ്യണത്, സമ്മാനം. ആലോചിച്ച് നോക്കണം. നരകിക്കാൻ ഒരാൾ കൂടി വന്നു എന്ന് പറഞ്ഞിട്ട് ദുഃഖിക്കുകയല്ല നമ്മൾ ചെയ്യണത്, നമ്മൾ സന്തോഷിക്കുക ചെയ്യണത്. 25-ാമത്തെ ശ്ലോകം: പരശ്ചന്ദം ന വിദുഷ പുഷ്യമാണോ ജനേന സാ അനഭിപ്രേതമാപന്ന പ്രത്യാഘാതുമനീശ്വര. പ്രത്യാഘാതം, അന്യാഭിപ്രായത്തെ അറിയാതിരിക്കുന്ന ജനത്താൽ, അല്ലേ? ഇത് സത്യാവസ്ഥ അറിയാത്ത ആൾക്കാർ പോഷിക്കപ്പെടുന്ന അവൻ ഇഷ്ടമില്ലാത്തതിനെ പ്രാപിക്കുന്നവനും നിരാകരിപ്പാനായിക്കൊണ്ട് അസമർത്ഥനുമാകുന്നു. ഒന്നിനും നിരാകരിക്കാൻ പറ്റില്ലല്ലോ. വേദന പറയാൻ പറ്റുമോ? ആ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി എൻ്റെ ഭാവാർത്ഥ പറഞ്ഞത്, ശിശുവിൻ്റെ അഭിപ്രായത്തെ അറിവാൻ ശക്തിയില്ലാത്ത ജനത്താൽ, അച്ഛനമ്മമാരെ വളർത്തപ്പെടുന്നതിനാൽ ഒന്ന് ആഗ്രഹിച്ചു കരയുമ്പോൾ മറ്റൊന്നിനെ കൊടുത്ത് ദുഃഖിപ്പിക്കുന്ന പരിപാലനത്തിൽ അകപ്പെട്ടു കുഴങ്ങും. എന്നാലും അതിനെ നിരാകരിപ്പാനുള്ള സാമർഥ്യം ഇല്ലാതെയും ഇരിക്കും. ഇനി ആ ശിശുപ്രായത്തിൽ ആ ജന്തു അനുഭവിക്കുന്ന ദുഃഖങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. കൊതുകടിച്ചാൽ കൊതുകടിച്ചു എന്ന് പറയാൻ പറ്റുമോ? മൂത്രമൊഴിച്ചു, നനയണോ, വറയ്ക്കണോ, തുണിയൊന്ന് മാറ്റൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പം അതിനേക്കാളും എളുപ്പമായി. 12 മണിക്കൂർ 14 മണിക്കൂർ പാടങ്ങട് വെച്ച് കീച്ചും. അപ്പോൾ കുട്ടികൾക്ക് മലമൂത്രം ചെയ്തിട്ട് ഏറ്റവും എന്താണെന്നാ പറയുക, ഡെലിഗേറ്റ് ആയിട്ടുള്ള ഈ മലം വിസർജിക്കുന്ന ഭാഗം അവിടുന്നാണ് ഈ നട്ടിൽ പുറപ്പെടുന്നത്. അപ്പോൾ മറ്റത് മലമൂത്രം ഉണ്ടെങ്കിൽ വേഗം തുടയ്ക്കും, എന്നിട്ട് ശീലം മാറ്റും. ഇപ്പം നമ്മൾ കാശ് കൊടുത്തിട്ട് ഒരു സ്പോഞ്ചിൻ്റെ പാഡ് വാങ്ങിയിട്ട് താങ്ങി കൊടുക്കും. അത് ഓട്ടിസത്തിനും പലതരത്തിലുള്ള അശുഭ ലക്ഷണങ്ങൾക്കും കാരണമാകുന്നുണ്ട് എന്നുള്ളത് ഇത് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഈ വിൽപ്പന സ്വാതന്ത്ര്യമാണ് ഇന്ന്. മാർക്കറ്റിംഗ് സ്റ്റണ്ടാണ്. ഏത് കാര്യം പരസ്യത്തു കൂടെ നമ്മുടെ ബുദ്ധീനെ ഭ്രമിപ്പിക്കും. നമ്മളതുകൊണ്ട് പാഡുകൾ വാങ്ങിക്കൂട്ടും. അതാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ശിശു കൃമികീടാദികളാൽ ദുഷിപ്പിക്കപ്പെട്ടതും ശുദ്ധിയില്ലാത്തതുമായ കിടപ്പു സാധനത്തിൽ ശയിപ്പിക്കപ്പെട്ടവനും അവയവങ്ങളുടെ ചൊറിച്ചിൽ തീർക്കാനും ഇരിപ്പാനോ എഴുന്നേൽപ്പാനോ വ്യാപരിപ്പാനോ അസമർത്ഥനുമായിട്ട് ഉച്ചത്തിൽ കരയാന്നല്ലാണ്ട് വേറൊരു കാര്യം സാധിക്കില്ല കുട്ടിക്ക്. പാല് കൊടുക്കാഞ്ഞിട്ടാണോ? അല്ലപ്പോൾ കൊടുത്തു, എന്നാൽ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകാം.
ഇപ്പം മൊബൈൽ കൊടുത്താൽ മതി. രക്ഷയില്ലേ? അപ്പോൾ അതിന് ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം. എന്തായാലും ഈച്ച മുതലായ ജന്തുക്കളുടെയും മൂട്ട, പേൻ മുതലായ സ്വേദജങ്ങൾ വിയർപ്പിൽ നിന്നുണ്ടാവണതാണ് സ്വേദജങ്ങൾ എന്ന് പറഞ്ഞാൽ. അതെ, സ്വേദജങ്ങളുടെയും ബാധ നിമിത്തം ദുഃഖപ്രദവും മലമൂത്രാദികൾ വ്യാപരിച്ചിരിക്കയാൽ അശുചിയുമായിരിക്കുന്ന ശയനത്തിൽ കിടക്കേണ്ടി വരികയും അവയവങ്ങളെ ചൊറിയുവാനോ എഴുന്നേറ്റിരിപ്പാനോ ചലിക്കുവാനോ അസമർത്ഥനായിരിക്കുകയും ചെയ്യുന്ന ഈ ശിശു അസഹ്യവേദനയോടുകൂടെ ഉച്ചത്തിൽ കരയുന്നു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.